ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കാര്യമൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നമ്മുടെ സായി പോപ്പിങ് കാര്യമൊക്കെ റീസണിനെ പറ്റി ഒരു കാര്യം പറഞ്ഞായിരുന്നു. അപ്പം ആ ഒരു പറഞ്ഞ കാര്യം കൊണ്ട് സായി പോപ്പിക്ക് നല്ല രീതിക്ക് ഹേറ്റേഴ്സും കാര്യമൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ അതൊന്നും അല്ല പറയാൻ പോകുന്നത്. ഈ ഒരു ഹെയ്റ്റുകാരൊക്കെ വെച്ച് കണ്ടൻറ്റ് ചെയ്യുന്ന കുറച്ച് യൂട്യൂബേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. ഗൈസ്, അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കണ്ടൻറ്റുകാരെ വെച്ച് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പം എനിക്കും അതിനകത്ത് കുറച്ച് കമൻറ്റുകാരൊക്കെ വന്നായിരുന്നു. അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ പറയുന്നത്. ഗൈസ്, അപ്പോൾ എന്താണെന്ന് നിങ്ങൾ ഇതിനു മുമ്പ് കുറേയധികം വീഡിയോസും കാര്യമൊക്കെ ഈ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞിട്ടുള്ള കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം ഇത് ഈ ഒരു കണ്ടൻറ്റുകാരൊക്കെ വെച്ച് കുറേയധികം യൂട്യൂബേഴ്സും കാര്യമൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഞാൻ കണ്ട വീഡിയോയിലെല്ലാം കൂടുതലും പേര് ഹെയ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സായി പോപ്പിനെ തന്നെയാണ്. അപ്പം ഒരു കാരണം വെച്ച് പുള്ളി അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് പുള്ളിക്ക് നല്ല രീതിക്ക് ഹെയ്റ്റിംഗ് കാര്യമൊക്കെയാണ് അവർ വാങ്ങിച്ചു കൊടുക്കുന്നത്. സംഭവം ഈ ഒരു കാര്യം അറിയാത്തവരെ പോലും കാണിച്ചു കൊടുക്കുന്ന ഇതുപോലത്തുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. അവരുടെ റീച്ചിന് വേണ്ടി കാര്യമൊക്കെ ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ ഹെയ്റ്റിംഗ് കാര്യമൊക്കെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗീസ്, അപ്പോൾ ചില യൂട്യൂബേഴ്സാണ് വെറുതെ അങ്ങ് സായിപ്പിനെ എനിക്ക് തെറിവിളിയാണ് കിടന്ന് അവനുമായിട്ടുള്ള പേഴ്സണൽ ഇഷ്യൂ വെച്ചിട്ടാണ് ഇതുപോലെ റീസന്നെ കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് അങ്ങോട്ട് കണ്ടന്റ് ചെയ്യുന്നത്. അതും സീരിയൽ പോലെ എപ്പിസോഡാക്കി അങ്ങ് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ വേറൊരു യൂട്യൂബർ, ഒരു വലിയ യൂട്യൂബർക്കാരൊക്കെയാണ് പുള്ളി എന്ന് പറയുന്നതെന്ന് വെച്ചാൽ പുള്ളിക്ക് ആ ഒരു വീഡിയോ സായിപ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാതാണ് പുള്ളി ഒന്ന് വീഡിയോ ചെയ്യുന്നത്. ആ ഒരു വീഡിയോ എനിക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ജയിച്ചപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, സായി പോപ്പി വേഴ്സസ് റേസർ ഇഷ്യൂ എന്ന് പറഞ്ഞ്. ആ ഒരു വീഡിയോയിൽ ഞാൻ ഒരു കാര്യം രണ്ടുപേരെയും അങ്ങോട്ട് ഹെയ്റ്റും കാര്യമൊക്കെ പറഞ്ഞിട്ടില്ല. ആ ഒരു വീഡിയോ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇവർ രണ്ടുപേരുടെ ഫാൻസും കാര്യമൊക്കെ കൂടുതലും കമൻറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ടുപേരുടെ നല്ല ഭാഗം മാത്രമേ ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടുള്ളൂ. രണ്ടുപേരെ ഒരു ഹെയ്റ്റ് പോലും ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടില്ല. അത് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, അതുപോലെ തന്നെ അവസാനവും പറയുന്നുണ്ട്, തുടക്കത്തിലും പറയുന്നുണ്ട് ഞാൻ ഇവരുടെ ഫാനാണ്. എന്നിട്ടും അത് വീഡിയോ ഫുള്ള് കാണാൻ പറഞ്ഞ് ഞാൻ കമൻറ്റ് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒട്ടും മനസ്സിലാക്കാതെ ഒന്നാണ് ഓരോരുത്തരും മരുന്ന് തെറി വിളിക്കുന്നത്, കുറേ കൊച്ചു പിള്ളേർ. ഗൈസ്, പിന്നെ ആദ്യം പറഞ്ഞ പോലെ ഇതൊന്നും കണ്ടൻറ്റ് ആക്കല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോൾ അതോടെ എല്ലാവരും കൂടെ പറഞ്ഞുകൊണ്ടിരുന്നു നീ പിന്നെ കണ്ടൻറ്റ് അല്ലാതെ പിന്നെ എന്തോ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് ചോദിച്ച്. അപ്പോൾ ഞാനും കണ്ടൻറ്റ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും റീച്ചിനും വ്യൂസിനും വേണ്ടിയാണ് കണ്ടൻറ്റുകാരൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതെല്ലാവരും പിടിച്ചങ്ങ് കണ്ടൻറ്റ് ആക്കും റീച്ചിന് വേണ്ടി. പക്ഷേ വെറുതെ ഓരോ കാര്യങ്ങൾ വെറുതെ ഉണ്ടാക്കിയങ്ങ് പറയുവാണ് പലരും. കാരണം സായിപ്പിനെ വെറുതെ ഹെയ്റ്റ് ചെയ്യാനൊക്കെ ചെയ്യുവാണ്. അതുപോലെ തന്നെ രണ്ട് ടീമും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെയ്റ്റ് വാങ്ങിച്ചങ്ങ് കൊടുക്കുവാണെങ്കിൽ ഓരോ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ്. ഗസ്, അപ്പോൾ ഒരു ബ്രോയും കാര്യമൊക്കെ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് റേസറിനില്ലാത്ത എന്ത് കുഴപ്പമാണ് നിങ്ങൾക്കൊക്കെയെന്ന്. അപ്പം ഞങ്ങൾക്കൊക്കെയെന്ന് ബ്രോ പറയേണ്ട കാര്യമില്ല. കാരണം ആ ഒരു വീഡിയോയിൽ ഞാൻ ആരെ ഹെയ്റ്റ് ചെയ്തതാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ആ വീഡിയോ ഫുള്ള് കാണാതെ വന്നാണ് കുറേ എണ്ണം കമൻറ്റ് ചെയ്യുന്നത്. എന്നെ വന്ന് തെറിവിളിയാണ്, എന്തു ചെയ്തിട്ടാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ രണ്ടുപേരുടെ സപ്പോർട്ട് ചെയ്താണ് പറഞ്ഞിട്ടുള്ളത്, എന്നിട്ട് എനിക്കാണ് തെറിവിളി കിട്ടുന്നത്. അതങ്ങനെ കുറേ എണ്ണം